രാഹുൽ മാങ്കൂട്ടം MLAക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചില കാര്യങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഏതായാലും ബലാത്സംഗത്തിനും പീഡനത്തിനുമെല്ലാം പങ്കുണ്ടെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്നല്ല ഒരാളെയും പിന്തുണക്കാൻ ഞങ്ങൾ മീഡിയ ഗ്രാമം തയ്യാറല്ല. പക്ഷേ എല്ലാം കരുതിക്കൂട്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി അതുവഴി ഒരു MLAയും കൂടാതെ മഹത്തായ ഒരു പ്രസ്ഥാനത്തെയും തകർക്കുന്നു എന്ന് കാണുമ്പോൾ ഇത് പറയാതിരിക്കാനും കഴിയില്ല. അതായത് ഒന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഇന്ന് ഹൈക്കോടതി നടത്തിയത് സുപ്രധാനമായ പരാമർശങ്ങളായിരുന്നു. ഇരുവരും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നാണ് പ്രഥമദൃഷ്ട്യാ സൂചനയുള്ളത് എന്നും ബന്ധം തകരുമ്പോൾ അത് പീഡനക്കേസായി മാറുന്ന പ്രവണത അത് ശരിയല്ല എന്നുമാണ് ഹൈക്കോടതി മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുന്നത്. ചില നിയമങ്ങളുടെ ആനുകൂല്യം വെച്ച് കുറച്ചാളുകളുടെ ഒരു സ്ഥിരം പരിപാടിയായി ഇത് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. ചിലർ പക തീർക്കാനോ ഇനി സാമ്പത്തിക ലാഭം നേടാനോ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെ എത്രയോ നിരപരാധിയായ പാവപ്പെട്ട ആളുകൾ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ എല്ലാവരെയും നന്നാക്കാൻ നമ്മൾക്കാകില്ല എങ്കിലും ഇത് പാർട്ടിയെ കൂടി ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഈ മാങ്കൂട്ടം കേസിൽ ഹൈക്കോടതി പറഞ്ഞത് വളരെ ഗൗരവകരമാണ്. ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയായിരുന്നുവെന്നും ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുകയാണ്. ശാരീരിക ബന്ധത്തിന് സന്നദ്ധതയല്ലായിരുന്നുവെങ്കിൽ വിവാഹിതയും പക്വമതിയുമായൊരു സ്ത്രീ പ്രതിയെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കില്ല. അങ്ങനെ ക്ഷണിക്കുകയും പിന്നീട് അയാളുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് അങ്ങോട്ട് അയാൾക്കൊപ്പം താമസിക്കാൻ പോകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ബഹുമാനപ്പെട്ട കോടതി നല്ല പച്ച മലയാളത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ്. അതിനപ്പുറം മനസ്സിലാക്കാൻ സമൂഹത്തിനൊന്നുമില്ല. മാത്രമല്ല ഒന്നാം പ്രതി രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും രണ്ടാം പ്രതി ഫെനിയും യുവതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും ഇവർ തമ്മിലുള്ള അടുത്ത വ്യക്തിബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള നിർബന്ധമോ ബലപ്രയോഗമോ നടന്നതായി കാണുന്നുമില്ല. ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ 22/4/2025 പിന്നീട് 25 മെയ് അവസാനവും നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാകാനാണ് സാധ്യതയെന്നും ബഹുമാനപ്പെട്ട കോടതി വളരെ വ്യക്തമായി വിലയിരുത്തി. എല്ലാ തമ്മാടിത്തരവും കാണിച്ച് അവസാനം സമൂഹമാണ് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. ഇനിയും ഈ കള്ളത്തരം കളിക്കുന്നവർക്ക് കോടതിയുടെ ഈ പരാമർശം കേട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ? അതുപോലെ കേസിലെ രണ്ടാം പ്രതി നൽകിയ ഗുളികകൾ കഴിച്ചാണ് ഈ പരാതിക്കാരി ഗർഭചിത്രം നടത്തിയത് എന്ന് തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. രാഹുലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗുളികകൾ കഴിച്ചത് എന്നാണ് പരാതിക്കാരിയുടെ വാദം. ഗർഭം തുടരുന്നതിന് രാഹുൽ സന്നദ്ധനായിരുന്നില്ല എന്നും ഗർഭചിത്രത്തിന് വിധേയമാകണമെന്ന് പരാതിക്കാരിയെ രാഹുൽ നിർബന്ധിച്ചിരുന്നുവെന്നും ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ വളരെ വ്യക്തമാണ്. എന്നാൽ രണ്ടാം പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ ഈ ഗർഭചിത്രത്തിന് പരാതിക്കാരി സന്നദ്ധതയാണെന്ന് സൂചന ലഭിക്കുന്നതായും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതായത് പരാതിക്കാരി തന്നെയാണ് ഗർഭചിത്രത്തിനായുള്ള ഗുളികൾ ആവശ്യപ്പെട്ടത് എന്നും വാട്സാപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നതായി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വളരെ വ്യക്തമായി പറയുന്നു. അതുമാത്രമല്ല എല്ലാം സമ്മതിക്കുന്നതിൻ്റെ തെളിവായി അതിനെല്ലാം തയ്യാറാണെന്ന് കൂട്ടായി എടുത്ത തീരുമാനം പോലെ ഈ പരാതിക്കാരി അവർ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയും രണ്ടാം പ്രതിയിൽ നിന്ന് അവിടെ വന്ന് മരുന്ന് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപ്രകാരം പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചുവെന്നാണ് പ്രഥമദൃഷ്ട്യാ ബോധ്യമാകുന്നതെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. BNSലെ 89-ാം വകുപ്പ് ചുവത്തണമെങ്കിൽ കൃത്യം നടന്നത് സ്ത്രീയുടെ സമ്മതമില്ലാതെയായിരിക്കണം. നിർബന്ധത്തിലൂടെ ആയിരുന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണയിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നും കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. കോടതിയുടെ ഈ പരാമർശവും കണ്ടെത്തലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് നടന്നുണ്ടാകാം. എന്നാൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്ക് ഭാഗമാകാൻ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ രാഹുൽ മാങ്കൂട്ടം MLA ഒരിക്കലും നിൽക്കരുതായിരുന്നു. അതോടൊപ്പം തന്നെ ഈ രാഹുലിനെ ഉപയോഗിച്ച് പാർട്ടിയെ തകർക്കാമെന്ന് ലക്ഷ്യമിടുന്നവരും അവർക്ക് വെടിമരുന്ന് നൽകുന്നവരും ഒന്ന് ഈ ഹൈക്കോടതിയുടെ പരാമർശം കേട്ടെങ്കിലും പശ്ചാത്തപിക്കുന്നത് നല്ലതായിരിക്കും.